ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇവിടെ പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ചിലർക്കിത് വീട്ടിലെ കൊണാന്ന് പറയാം, ചിലർക്കിത് നാട്ടിലെ കൊണാന്ന് പറയാം, ചിലർക്കിത് എന്ത് കണ്ടാലും കുണയ്ക്കുന്നവന്മാരാണ് എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ പറയാനുള്ളത് എവിടെയായാലും നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞാലേ പറ്റും. ഓക്കെ, കാരണം നമുക്ക് നാളെ ഒരു ഗതി വരാം. അതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത് പോത്തങ്കോട് നിന്നും വാങ്ങിയ മീൻ ഐ തിങ്ക് മാർക്കറ്റിൽ ഇവിടെ ആയിക്കോട്ടെ. സോ നമ്മളൊരു ആഹാര സാധനം കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ അത് വിശ്വസിച്ചാണ് വാങ്ങിക്കുന്നത്. മീനിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് പൊന്നു മക്കളെ, വെറും പുഴുത്ത മീനെടുത്തിട്ട് 1000 രൂപയ്ക്കൊക്കെ ഓരോരുത്തന്മാർ കൊടുത്ത് പൈസ ആക്കുന്നുണ്ട്. സോ അതിൽ പുഴുവില്ലായിരിക്കാം, മേ ബി ഇപ്പോൾ പുഴു കിട്ടി, അതാണ് ഇപ്പോൾ വാർത്തയായിട്ടിരിക്കുന്നത്. എനിക്ക് വരാനുള്ളത് ഗൈസ്, ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിലും ഭേദം ഒന്നും പറയാനില്ല, ജോലി ചെയ്യാതിരിക്കുക. അതാണ് മനുഷ്യനെ കൊന്ന് എന്തിനാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്? ഇതിപ്പോൾ ആ കച്ചവടക്കാരനെ അറിഞ്ഞു കാണൂലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനിടയിൽ ചില ടീംസുകളും കളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, വ്യാപാരികൾ. അവന്മാരാണ് ഈ ഇപ്പോഴത്തെ മീനെ കൊണ്ടുവന്ന് അവന്മാർക്ക് അടിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഫിഷ് കമ്മീഷൻ അതിൻ്റെ അതുപോലെ തന്നെ അവർ മോശപ്പെട്ട മീൻ കൊണ്ടുവന്ന് കച്ചവടക്കാർക്ക് കൊടുക്കും. കച്ചവടക്കാർ അതെടുത്ത് കച്ചവടം ചെയ്യും. കാരണം അവർക്കിനി ദൂരമൊക്കെ പോയി മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അടുത്ത് കിട്ടുന്ന ഫിഷ് കമ്മീഷനിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇതിൽ അവന്മാർക്കും ഒരു പങ്കുണ്ട്. അവന്മാർ ഈ കേടായ മീൻ അവന്മാർക്ക് വിൽക്കാൻ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇവന്മാർ മീൻ വിൽക്കുന്നത്. നമുക്കും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഈ മീനൊക്കെ വാങ്ങിച്ച് കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മുടെ സൊസൈറ്റി ഒന്നും പെട്ടെന്നൊന്നും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ വിഷമലിനമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇത് കൊള്ളാമോ ഒന്ന് തൊട്ട് നോക്കുക, അതൊന്ന് മുറിച്ച് തരാമോ എന്ന് ചോദിക്കുക. അത് മുറിച്ച് അകത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു മീൻ കാണുമ്പോൾ, ഫ്രഷ് മീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ അങ്ങനെയൊക്കെ വാങ്ങിക്കുക. അല്ലാതെ ഈ സിറ്റുവേഷൻ ഒന്നും നമുക്ക് മറികടന്ന് പോകാൻ പറ്റില്ല. വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മളതിലെ പുഴുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അവന്മാർ നമ്മളെ പറ്റിക്കും, 8 നിലയിൽ നമ്മളെ പറ്റിക്കും. സോ ആ ഒരു പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് നമ്മൾ തന്നെ എടുക്കുക. നമ്മൾ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ദയവേത് അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിക്കാൻ നിൽക്കരുത് ഗൈസ്. അതും ആഹാരത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും. അത് ഭയങ്കര ചതിയാണ്. നമ്മളോട് തന്നെ ചെയ്യുന്നൊരു ചതിയാണ്. അതാദ്യം മനസ്സിലാക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കില്ലെങ്കിൽ പോലും അവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ. സോ ആഹാരത്തിൽ വിഷം കലർത്തുന്നത് തെറ്റാണ്.